കഥാനായകൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം മാർച്ച് കഴിഞ്ഞു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ വീഡിയോ ഇട്ടിപ്പോൾ കുറച്ച് ദിവസമായേ. വീഡിയോ ഇടാൻ സമയമല്ല ഒന്നാമത് കേട്ടോ. എത്തുന്നതും പോണതും അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ഇടാൻ തീരെ സമയമില്ല കേട്ടോ. അപ്പോൾ കുറേ പേര് വെച്ച് കോഴിക്കളുടെ വിശേഷം എന്താണ്, പോത്തിൻ്റെ വിശേഷം എന്താണ്, പശുക്കുട്ടി എന്തായി, ഒരുപാട് ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാം പാടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാച്ചിട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ പഞ്ചായത്ത് കോഴികൾ എന്തായി ചോദിച്ചു. പഞ്ചായത്ത് കോഴികൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ പഞ്ചായത്ത് കോഴികളാണ്. ചോറ് വേസ്റ്റാണ്. അത് നമ്മളെ ഒരു വല്യച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണത്. അപ്പോൾ കൊടുത്തു നോക്കാം കേട്ടോ. സ്പ്രിങ് കോഴികൾ കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു സൈസായിട്ടോ. അപ്പോൾ മാക്സിമം ഏകദേശം ഇത്ര തന്നെ വെക്കുള്ളൂ കേട്ടോ. ഇത് ഒന്നും കൂടെ ഒന്ന് വലുതാവും. പിന്നെ നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ ചേച്ചിയും ചേച്ചിയുടെ കുട്ടികളൊക്കെ വരുമേ. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തുനിന്ന് ചിക്കൻ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. വെറൈറ്റി ഓരോരോ വെക്കും നമ്മൾ. അതായത് നമ്മൾ പഞ്ചായത്ത് കോഴികൾ കേട്ടോ ഈ കാണുന്നത്. കുറേ പേര് വെച്ച് പഞ്ചായത്ത് കോഴികൾ വിശേഷം എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് പഞ്ചായത്ത് കോഴികളും ഏകദേശമൊക്കെ ഇത് ചെറുതാട്ടോ. ഇതിലേറെ വലിയ കുട്ടികളുണ്ട്. അപ്പോൾ അതെ അവരൊക്കെ വിട്ടുട്ടോ. ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് കോഴികളെയും അതേപോലെ ഈ സ്പ്രിങ് കോഴികളൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഫ്രീ ആയിട്ട് വിട്ടതാണ്. ഇപ്പോൾ പറമ്പിൽ കൂടെ ഇങ്ങനെ വെറുതെ നടക്കുക, ഓരോന്ന് കൊത്തിപ്പെറുക്കി നടക്കുകയാണ്. ചെറിയ കുട്ടികൾ ഇതേ അവരിപ്പോൾ ഇവിടെ ഉണ്ട്. അതിൽ ചെറിയ പഞ്ചായത്ത് കോഴികളും ഉണ്ട് കേട്ടോ. ഈ തമ്മിൽ തീറ്റ കുറവ് കിട്ടുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും, നേരെ ആ കൂട്ടിലേക്ക് പിടിച്ച് മാറ്റും കേട്ടോ. വീട്ടിലെ ഇതുണ്ടല്ലോ ടർക്കിക്കോഴികൾ. ടർക്കിക്കോഴികൾ നമുക്കൊരു ഇതുണ്ടായിരുന്നു, ആണേതാണ് പെണ്ണേതാണ്. അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു എൻ്റെ കയ്യിലുള്ളതൊക്കെ 3 ആണുങ്ങളാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഈ വെള്ള ആണും പിന്നെ ആ കറുപ്പ് പെണ്ണുമാണെന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടി കേട്ടോ. പശുക്കുട്ടി ഇത് കുറച്ചൊക്കെ വലുതായിട്ടോ. അപ്പോൾ പശുക്കുട്ടീൻ്റെ വീഡിയോ ഒക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്യാം കേട്ടോ. ഒന്നും സമയം ഇല്ലാത്തതുകൊണ്ടാണ്. സമയം ഒട്ടുമില്ല നമുക്ക്. ഇന്നിപ്പോൾ രാവിലെ എടുക്കണത്. രാവിലെ 7 മണി കഴിഞ്ഞു. ഇപ്പോൾ 8 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള പരിപാടി നമ്മൾ തുടങ്ങും. സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് പറഞ്ഞു കേട്ടോ വരാൻ മരുന്ന് കൊടുക്കാനായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അടുത്ത മാസം എന്തായാലും ആ ഉണ്ണിക്കുട്ടൻ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, ഒരു യൂട്യൂബർ ഉള്ളൊരു സബ്സ്ക്രൈബർ ഉണ്ട്. മൂപ്പം പറഞ്ഞത് 300 ഗ്രാമിൻ്റെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് കൊടുക്കും കേട്ടോ. ഈ മാസം നമുക്ക് കൊടുത്താണ്. 2 മാസം ഒന്നിച്ച് കൊടുക്കാൻ പേടിയായതുകൊണ്ടാണ് കൊടുക്കാത്ത കേട്ടോ. അപ്പോൾ അതെ കഥാനായകൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം മാർച്ച് കഴിഞ്ഞു. ഏപ്രിൽ മെയ്യിലൊക്കെ ആയിട്ടാണ് പെരുന്നാൾ വരുന്നത്. അപ്പോൾ നമ്മളെന്തെങ്കിലും കൊടുക്കും കേട്ടോ തന്നെ നമ്മൾ. കാരണം അത്യാവശ്യം റിസ്ക് എടുത്തിട്ടാണ് നോക്കുന്നത്. പൈസേൻ്റെ അല്ല, നമ്മൾ പുഴയ്ക്ക് വിട്ടിട്ട് അച്ഛനാണ് ഇപ്പോൾ ഇത് ഫുള്ള് നോക്കുന്നത്. അപ്പോൾ ഒരുപാട് കാലം നമുക്കിത് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളെന്തായാലും കൊടുത്ത് ഒഴിവാക്കുക. എന്തൊക്കെ പറഞ്ഞാലും കൊടുക്കും. പിന്നെ ഇവനിപ്പോഴും നമ്മൾ കൈത്തീറ്റൊന്നും കൊടുത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ വേസ്റ്റ് അരി കുറച്ച് കിട്ടിയിരുന്നു, ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. അതിപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ മാസം തൊട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടി വരും കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട്. പിന്നെ പച്ചക്കറി വേസ്റ്റ്, അതേപോലെ ഇപ്പോൾ ചക്ക നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പോൾ ചക്ക കൊടുക്കുന്നുണ്ട്. പിന്നെ പുഴയത്തെ പുല്ല്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ചെറുക്കൻ്റെ മെനു. പിന്നെ നന്നായി വെച്ചാൽ ചെറിയ രീതിയിലൊക്കെ നന്നായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മൾ പിന്നെ ഈ സമയത്ത് ശരിക്ക് നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ആൾ ഉഷാറാവുമായിരുന്നു. അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ. എന്നാലും നമുക്ക് ഉഷാറാക്കാം. ഈ 2 മാസം കൊണ്ട്. ഇനിയിപ്പോൾ ഏപ്രിൽ ഉണ്ട്, മെയ് പകുതി ഉണ്ടാവും. അപ്പോഴത്തേക്കും ആൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് സെറ്റപ്പ് ആക്കും. അടുപ്പ് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അമ്മ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് പച്ചക്കറി വിളവെടുപ്പുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ച്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുകൂടെ എടുക്കാം കേട്ടോ. നമുക്ക് കൊണ്ടുപോകാനുള്ള ചോറാട്ടോ അമ്മ ഇപ്പോൾ ഊറ്റി. നമ്മുടെ പച്ചക്കറിത്തോട്ടവും പൂന്തോട്ടമൊക്കെ ഒരുപാടൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ചുള്ളേ. പച്ചക്കറി ഉണ്ടാക്കുകയാണെങ്കിലും എന്തുണ്ടാക്കുകയാണെങ്കിലും
ചെടി അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കും കേട്ടോ. സംഭവം എനിക്ക് ഇഷ്ടമട്ടെ പരിപാടി. ഈ പച്ചക്കറി നടുമ്പോൾ അവിടെ പച്ചക്കറി തന്നെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അപ്പം അമ്മ എന്ത് ചെയ്യും, അമ്മ എന്ത് വെച്ചാലും അതിൻ്റെ ഇടയിൽ ഈ പൂക്കളും വെക്കും. നമ്മളെ പച്ചക്കറി കുറേ ചക്കായി തുടങ്ങിയിട്ടുണ്ട്. നിത്യവഴുതനങ്ങ പിന്നെ ചീര ഒക്കെ പറിക്കാൻ വെക്കും. നിത്യവഴുതനങ്ങ എന്ന് പറയും. അത് അതിനെ പറ്റി കേട്ടിട്ടുള്ളൂ കേട്ടോ, കണ്ടിട്ടില്ല ഇത്രയും കാലമായിട്ട്. അപ്പോൾ അങ്ങനെ കേട്ടിട്ട് ആ കാണാനും ഉണ്ടാക്കാനുമുള്ള വാശിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നിത്യവഴുതനങ്ങ വിത്ത് നമ്മൾ പാട്ടുത്സവത്തിന് പോയപ്പോൾ വാങ്ങിച്ച വിത്താണ്. അപ്പോൾ ഏതായാലും അത് നമ്മൾ പറിക്കുകയാണ്. ഇതവിടെ നിത്യവഴുതനങ്ങ. ഇത് ബീൻസാണ്. ഇത് പൂവ് മുട്ടൊക്കെ ഇട്ട് നിൽക്കണ്. അത് ഉണ്ടാവില്ല വിചാരിച്ച് കുഴിച്ചിട്ട് നമുക്ക് പടർന്ന്. പക്ഷെ തൂമ്പ് ഇത് കൂടുതലാണ്, കുറവാണ്. ഓരോ ഇത് വരുന്നുള്ളൂ. എങ്ങനെയാന്ന് അതിനെ അറിയില്ല, ആദ്യമായിട്ടാണ്. ഇന്നത്തേക്കുള്ള ചീരയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് മതി. നാളെ പറിക്കാം. ഞാൻ അത്യാവശ്യം മുളകുണ്ട്, അത് പറിക്കാം. പൂവിൻ്റെ തണ്ടിനൊന്നും ബലം കുറവാണ്. പൂവ് നല്ല കനമുണ്ട്. പൊട്ടി വന്നു. എന്ത് വളരല്ല ഇതിനൊക്കെ? പച്ചച്ചാണകം. പച്ചച്ചാണകത്തിന്റെ പവറാട്ടി കാണുന്നത്. അപ്പൊ ലേശം മുളകുണ്ട്, അത് ആവണുള്ളൂ. മരം ഇത് എന്താ തെളിവൊന്നും വരുന്നില്ല. അതാ വെള്ളീച്ച പാറിട്ടോ. വെള്ളീച്ച ഒരു പ്രശ്നമാണ്. അപ്പൊ തൂമ്പൊന്നും വരുന്നില്ല കൂടുതൽ ഇതിന്. അപ്പൊ ലേശം മുളകും കിട്ടി. ആവണുള്ളൊക്കെ ഉണ്ടമുളകും വലിയ മുളകും ഒക്കെയാണ്. ഇത് അമരയാണ്. എന്താ അമരയാണെന്ന് അറിയില്ല. അന്ന് പാട്ടിന് പോയപ്പോൾ അവിടുന്ന് വിത്ത് വാങ്ങിയതാണ്. ഒരമര. പൂവൊക്കെ ആവണുള്ളൂ. അപ്പൊ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരു വത്തക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. വത്തക്ക മുളച്ചിട്ടുണ്ട് കേട്ടോ. പാടത്തും നമ്മുടെ പുല്ല് വെച്ചോടത്തും വത്തക്ക നട്ടിട്ടുണ്ട്, അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് എത്ര ഉണ്ടാവും അറിയില്ല. ഇതൊരു ലേശം പയറും കൂടെ ഉണ്ട് പറിക്കാൻ. ലാസ്റ്റ് പയറാണ് കഴിഞ്ഞു തുടങ്ങി. പക്ഷെ ഈ പയറ് വലിയ സുഖമല്ലേ? ഇത് കായ കുറവാ, എന്ത് പറ്റിയത് അറിയില്ല. വേഗം കായ കഴിഞ്ഞു. എന്നാലും നമുക്ക് ഒരൊപ്പരിക്കൊക്കെ പറിക്കാത്ര തന്നെ ഉള്ളു. അപ്പോൾ പയറും ചീരയും പച്ചമുളകും അമരയും എല്ലാം കിട്ടി. നമ്മളെ ചീനിക്കൊക്കെ പൂവിട്ടു. ചെടി പച്ചക്കറി എല്ലാം കൂടെ ഒന്നിച്ചാണ്. കയ്പ കായ ആവണുള്ളൂ.